പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഖത്മ് ഓതി തീർക്കുന്ന സമയത്ത് ഒരു 14 സൂറത്ത് 14 വ്യത്യസ്തമായ സൂറത്തുകളിലായി 14 സുജൂദ് 14 സുജൂദ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറയുകയല്ല. ആ ഒരു സമയത്ത് സുജൂദ് ചെയ്തവർ ഒരുപാട് ആളുകളാണ്. സുജൂദ് ചെയ്തവർ ഒരുപാട് ആളുകളാണ്. ആരൊക്കെയാണ് ഇങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരുപാട് ആളുകൾ ആ സമയത്ത് യസ്സദിച്ചു. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ ആ ഒരു വിഷയം, കാരണം നമ്മുടെ KMICയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഓരോ സമയത്തും വ്യത്യസ്തമായ ആളുകളാണ് ഓരോ സമയത്തും ഉള്ളത്. അപ്പൊ എല്ലാവരിലേക്കും ഒരു പഠിക്കേണ്ട വിഷയം എല്ലാവരുടെ ശ്രദ്ധയിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ സമയത്ത് ഞാനത് പറയുകയാണ്. ചിലപ്പോൾ ആ സമയത്ത് കേട്ടവരും അതിൽ പങ്കെടുത്തവരൊക്കെ ഈ സമയത്തും ഉണ്ടായേക്കാം. ആ സമയത്ത് ഇല്ലാത്ത പലവരും ഈ സമയത്തുണ്ടായേക്കാം. ആ നിലയ്ക്ക് ഞാൻ പറയാം, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നവർ പലരുമുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, എന്നാ തിലാവത്തിന്റെ സുജൂദിന്റെ ഷർത്തുകൾ എത്രയാണെന്ന്. ആ സമയത്തുള്ളവരിൽ നിന്ന് ഒരാൾ മാത്രമാണ് അതിന് ശരിയുത്തരം വധിച്ചത്. ബാക്കി കുറെ പേര് അവരതിന്റെ സത്യം പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ്, നമുക്കത് നല്ലൊരു വിഷയമായി. ഇനി നമ്മളൊരു ഖത്മ് ഓതി തീർക്കുമ്പോ അൽഹംദുലില്ലാഹ്, ഞാൻ KMICയിൽ നിന്ന് ഈ ഖത്മ് ഓതി തീർക്കുമ്പോ അതിന്റെ ഇടയിൽ സജദയുടെ ആയത്ത് വരുന്ന സമയത്ത് ഞാനൊരു സുജൂദ് ചെയ്യട്ടെ, ഞാനൊരു സുജൂദ് ചെയ്യാനുള്ള ഒരു ഇൽമ് എന്റെ KMICയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഒരാള് ഒരു സുജൂദ് ചെയ്യാൻ ആ ഒരു ക്ലാസ് കാരണമായാൽ അൽഹംദുലില്ലാഹ്, ഈ KMICക്ക് ആരെല്ലാം തുടക്കം കുറിച്ചോ അവർക്കൊക്കെ അതിന്റെ ഒരു ചെറിയ മിസ്ലു സവാബ് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കിങ്ങള്, സംഗതി ഒരു സുജൂദാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 ഷർത്തുകൾ അതിന് പാലിക്കേണ്ടതുണ്ട്. 10 ഷർത്ത്. അപ്പൊ അതിൽ ഇന്നലെ ഒരാൾ ചോദിച്ചു, ഉസ്താദേ ഷർത്തിന്റെ എണ്ണം അറിഞ്ഞില്ലെങ്കിലും കാര്യം ചെയ്താൽ പോരെ? അത് വെറുതെ. ഏതൊക്കെയാണ് ഒരു വിഷയത്തിന്റെ ഷർത്ത് എന്ന് അറിയുമ്പോഴല്ലേ അതിൽ നിന്ന് ഒന്നും ഒഴിവാവാതെ ആ വിഷയത്തിൽ അത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് എത്ര ഷർത്താണെന്ന് അറിയില്ല. ഓൻ വിചാരിച്ചു ഇതൊക്കെ ഷർത്തുള്ളൂ എന്ന് വിചാരിച്ച അമല് ചെയ്തു. പക്ഷെ നോക്കുമ്പോ എന്തായിരുന്നു, 1-2 ഷർത്തുകൾ അതിന് ഒഴിവായി പോയിട്ടുണ്ടായേക്കാം. നോക്കൂ നിങ്ങള്, അതിന് നിസ്കാരം അല്ലാത്തപ്പോൾ കൂട്ടത്തിലൊരു കാര്യം പറയാം. ഇപ്പൊ ആ ക്ലാസ് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരത്തെ ഒരാൾ വിളിച്ചിങ്ങനെ ഓരോന്ന് വിഷയം, അതൊക്കെ വളരെയധികം പഠിക്കേണ്ട വിഷയമാണ് ഉസ്താദേ എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഷയം സംസാരിച്ചപ്പോ ആ വ്യക്തിയും എന്ത് ചെയ്തിട്ടുണ്ട്, തിലാവത്തിന്റെ സുജൂദ് പല പ്രാവശ്യം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിയ്യത്ത് വെക്കാറുണ്ടോ? അതിനിപ്പോ എന്താ നിയ്യത്ത്? ചില ആളുകൾ സുജൂദ് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഈ ആയത്തോതിയാൽ സുജൂദ് ചെയ്യണമെന്ന് അറിയുന്നവർ തന്നെ നേരെ അങ്ങോട്ട് സുജൂദിലേക്ക് പോകുകയാണ്. അവരൊരു നിയ്യത്ത് നിസ്കാരം അല്ലാത്തപ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോ നിയ്യത്ത് വേണം എന്ന് അറിയുന്ന സാധാരണക്കാർ ഇന്നും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട് പറയുന്നത്, SLC പരീക്ഷയ്ക്കും കഴിഞ്ഞാല് കുറച്ചു സമയം നമ്മുടെ മക്കൾക്ക് ഒഴിവ് കിട്ടുകയാണ്. ആ ഒഴിവുള്ള സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക്, ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ പ്രധാനപ്പെട്ട ചില ആ സുന്നത്തുകളും 5 വഖ്ത് ഫർള് നിസ്കാരങ്ങളിൽ സഹീഹാവേണ്ട മസ്അലകളെങ്കിലും ഒരു നമ്മുടെ ഏതെങ്കിലും പള്ളികളിലുള്ള ഒരു ദർസിലോ നമ്മുടെ നാടുകളിലുള്ള ഒരു ഉസ്താദന്മാരെ വിളിച്ചിട്ടോ, ഞങ്ങളില്ലെങ്കിൽ ഒരു 10 രക്ഷിതാക്കന്മാര് മെനക്കെടുക. ഒരു മഹല്ലത്തിലെ 10 രക്ഷിതാക്കന്മാര് അവരുടെ 10 മക്കളെ പറ്റാകുന്ന ഒരു ഉസ്താദിനെ, അതിന് നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ചായക്കാശ് കൊടുക്കേണ്ടി വരും. ആ ഒരു ക്ലാസ് ആ രക്ഷിതാക്കന്മാർക്ക് കൂടി
പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു സമയത്തും ആവുക. വൈകുന്നേരത്തെ ഒരു രാത്രി മഗ്‌രിബിന്റെ ശേഷമോ അല്ലെങ്കിൽ ഒരു ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഒരു 3/4 മണിക്കൂറോ ആ സമയത്ത് പറ്റാവുന്നവരൊക്കെ ആ ഒരു സദസ്സിലേക്ക് ഒരുമിച്ച് കൂട്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിസ്കാരങ്ങളൊക്കെയും ബാത്തിലാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകിച്ചും ജമാഅത്തായി നിസ്കരിക്കുമ്പോ എന്തെല്ലാം മസ്അലകൾ അറിയാത്തതിന്റെ പേരിൽ നമ്മുടെ അമലുകൾ ബാത്തിലായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാവരും SLC പരീക്ഷയിൽ അവനവന്റെ മക്കൾ നല്ല മാർക്കോടുകൂടെ വിജയിക്കാനുള്ള ഒരു താൽപര്യത്തിലും അതിനു കിട്ടാവുന്ന ദുആഇന്റെ മജ്‌ലിസുകളൊക്കെയും ദുആ ചെയ്യിപ്പിച്ചും മുന്നേറുന്ന ഒരു സമയത്ത് എന്റെ മകന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തുമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയാൽ തന്നെ അൽഹംദുലില്ലാഹ് അതിന്റെ ഒരു ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളൊക്കെയും നല്ല മാർക്കോടുകൂടെ വിജയിക്കും. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെയും നല്ല ഭൗതികമായും മതപരമായും ധാർമ്മികപരവുമായ എല്ലാ വിജ്ഞാനങ്ങളും നൽകി ദുന്യാവിലും ആഖിറത്തിലും മക്കള് കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പൊതുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ആ മക്കളെയും അവരുടെ സന്താന പരമ്പരകളെ എല്ലാവരെയും ദീനിയായ നിലക്ക് വളർന്ന് നാലാഖിറത്തിൽ ഹബീബിന്റെ ചാരത്തായി കുടുംബമിത്രാദികളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം സ്നേഹിച്ചവർ സഹായിച്ചവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്റെ ഈ സമയത്തും അല്ലാത്ത സമയത്തൊക്കെയുള്ള ഒരുപാട് സഹോദര സഹോദരിമാര് എല്ലാ സമയത്തും ഖത്മ് ഓതുന്നവരാണ്, ഇടക്കും തലക്കൊക്കെയും ഖുർആൻ ഓതുന്നവരാണ്. ആ സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഒരു സുജൂദ്. സജദയിൽ ആയത്തോതുമ്പോ ഒരു തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഷർത്തുകളും ഫറളുകളൊക്കെയും വേണ്ടതുപോലെ മനസ്സിലാക്കി ഒരു സുജൂദ് ചെയ്യുമ്പോ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് കരയുമെന്ന സജദയിലൊരായത്തോതിയിട്ടൊരു മുഅ്മിനായ മനുഷ്യൻ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇബ്ലീസ് പൊട്ടിക്കരയുമെന്നാണ്. അവൻ പറയും, ഞാൻ ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാണ് ഞാൻ നരകത്തിന്റെ അവകാശിയായത് എന്ന് പറഞ്ഞ് ഇബ്ലീസ് പൊട്ടിക്കരയുന്ന ഒരു സമയമാണ് സജദയുടെ ആയത്തോതുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ സുജൂദ് ചെയ്യുന്ന രംഗം. പക്ഷേ അതിന്റെ നിബന്ധനകൾ പാലിക്കാതെ, അതൊരു സുന്നത്താണെങ്കിലും അതിന്റെ നിബന്ധനകൾ പാലിക്കാതെ ഞാൻ ആ സുജൂദ് ചെയ്യുമ്പോ ചിലപ്പം അത് ഹറാമായിത്തീരും, നമുക്കതിന്റെ പ്രതിഫലം കിട്ടാതെ പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരും ഈ KMIC ഇത് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓരോ സമയത്തിനനുസരിച്ച് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവർക്കും അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ മുമ്പൊക്കെയും പറയും പോലെ ഇപ്പൊ നമ്മുടെ ഒരു അയൽവാസി ഉമ്മാമണ്ടാവും അല്ലെ, ഒരു ഉമ്മാമണ്ടാവും നമ്മുടെ അയൽവാസി. ആ ഉമ്മാമ ചിലപ്പം KMIC ഒന്നും കേൾക്കാത്തൊരു ഉമ്മാമയായിരിക്കും, പക്ഷെ ദിവസേന ഖുർആൻ ഓതുന്ന ഒരു സഹോദരിയാകും. പക്ഷെ ആ ഉമ്മാമ മദ്രസയിലോ അല്ലെങ്കിൽ ഒരു മതപരമായ ഫിഖ്ഹിന്റെ ക്ലാസ്സിലൊന്നും പങ്കെടുക്കാത്ത ഒരു ഉമ്മാമയായതിന്റെ പേരിൽ ഒരു തിലാവത്തിന്റെ സുജൂദിനെ കുറിച്ചൊന്നൊരു വിവരം ഉണ്ടാവൂല. നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ഒരു തിലാവത്തിന്റെ സുജൂദിന്റെ നിയമം, അത് ചെയ്യേണ്ട രൂപവും അതിന്റെ ഷർത്തും ഫർളൊക്കെ ഒന്ന് പഠിച്ച് ആ ഉമ്മാമാക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ആ ഉമ്മാമാന്റെ ജീവിതത്തിൽ പിന്നെ അത് പകർത്തും. ആ ഉമ്മാമ അബ്ബെക്കിന്റെ ഒരു അയൽവാസി ഇങ്ങനൊരു ഇൽമ് പഠിപ്പിച്ചു തന്നു, ആ കുട്ടിക്ക് ദീർഘായുസ് കൊടുക്കണേ, ആ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ. അങ്ങനെ നമ്മളൊരു ചെറിയ ഒരു സുന്നത്തായ അമല് പഠിച്ചാൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സഹോദരിമാർക്ക് അതൊന്ന് വിളിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അവരും ആ ഒരു അമല് ചെയ്യുമ്പോ അതിന്റെ ഒക്കെ ഒരു മിസ്ലു സവാബ് അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കും. അള്ളാഹു നേടിയെടുക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്
إلى حضرة روح نبينا وحبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى أرواح جميع أهل الخير كلهم أجمعين وإلى أرواح أمواتنا خاصة وأموات المسلمين عامة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.